ഞാൻ പൂഞ്ഞാറിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 ജനുവരി 31 ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. 8 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു. 2020 ഫെബ്രുവരിയിൽ ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് OIT പഠിക്കണമെന്ന ആഗ്രഹവുമായിട്ട് ഞാൻ നാട്ടിലെത്തി. 2020 മാർച്ചിൽ ഞാൻ OIT പഠിക്കാൻ ചേർന്നുവെങ്കിലും കൊറോണ മൂലം എനിക്ക് പോകാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ ഓൺലൈനായിട്ട് പഠിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് സാധിച്ചില്ല. പിന്നെ 2021 ജനുവരിയിൽ ഞാൻ OIT പഠിക്കാനായിട്ട് പോയെങ്കിലും എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല. പിന്നെയും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു OIT എക്സാം വിജയിക്കണമെന്നും യൂറോപ്പിൽ പോയി നേഴ്സായി വർക്ക് ചെയ്യണമെന്നും. അങ്ങനെ 2021 സെപ്റ്റംബറോട് കൂടി ഞാൻ പിന്നെയും ഓൺലൈനായിട്ട് ഇരുന്ന് പഠിച്ച് 2 പ്രാവശ്യം 2021 എക്സാം എഴുതിയെങ്കിലും എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയിരുന്നില്ല. 2022 പിന്നെയും ഞാൻ ഓൺലൈനായിട്ട് 2 മാസം കംപ്ലീറ്റ് ആയിട്ടിരുന്ന് പഠിച്ചു. പക്ഷേ എനിക്ക് ലിസണിങ് മൊഡ്യൂൾ പോയി. അപ്പോൾ എനിക്ക് ക്ലബി സ്കോറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒന്നും കൂടെ എഴുതിയാൽ എനിക്ക് കിട്ടും. എല്ലാവരും എന്നോട് പറഞ്ഞു ഒന്നും കൂടെ എഴുത്, ക്ലബിങ് സ്കോർ ഉണ്ടല്ലോ, ഒന്നുകൂടെ എഴുതി ശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞാൻ ഡേറ്റ് എടുത്തു, അങ്ങനെ ഒന്നുകൂടെ എഴുതി. അപ്പോഴും എനിക്ക് ഇതേ പ്രശ്നമായിരുന്നു, ലിസണിങ് തന്നെ എനിക്ക് കിട്ടാതെയായി. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നാലും ഞാൻ പ്രത്യാശയോടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വചനം കിട്ടി, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് വചനം കിട്ടി. അങ്ങനെ ഞാൻ പിന്നെയും 5ാമതായി എക്സാം എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഫെബ്രുവരി 11 എന്ന ഡേറ്റ് ഞാൻ പിന്നെയും ബുക്ക് ചെയ്തു. അങ്ങനെ 20 ദിവസത്തിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ഞാൻ ജോയിൻ ചെയ്ത് പിന്നെയും ഇരുന്ന് പഠിച്ചു. അങ്ങനെ അതിനു മുൻപായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ എന്നോട് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുകയാണ്, എന്നെ ഈ കൃപാസനത്തിൽ പോയി എക്സാമിന് മുമ്പായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, എന്നാലേ നീ ജയിക്കുള്ളൂ. അങ്ങനെ എൻ്റെ മനസ്സിലിരുന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതെൻ്റെ ഒരു കൂട്ടുകാരിയുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു ഓക്കെ, അവൾ വരാമെന്ന് പറഞ്ഞു. അവളും ഇങ്ങനെ OIT പരീക്ഷ പഠിക്കുന്നുണ്ടായിരുന്നു, OITക്ക് വേണ്ടി. അപ്പോൾ അവൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 31 ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ 11-ാം തീയതി ഞാൻ എക്സാമിന് പോയി. ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാനത് ഇട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഇനി ഒരു തവണ കൂടി ഈ എക്സാം സെൻറ്ററിലേക്ക് വരാൻ എന്നെ അനുവദിക്കരുതേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എക്സാമിന് കയറി. ലിസണിങ് മൊഡ്യൂൾ ഞാൻ അറ്റൻഡ് ചെയ്തു. A1 എന്ന് പറയുന്ന പാട്ട് എനിക്ക് എല്ലാ ഉത്തരവും കിട്ടി. പക്ഷേ A2 എന്ന് പറയുന്ന പാട്ടിൽ എനിക്ക് ആദ്യത്തെ 2 ഉത്തരവേ ഞാൻ കേട്ടുള്ളൂ. ഭയങ്കര ഫാസ്റ്റായിരുന്നു ഓഡിയോ. അതെനിക്ക് എന്താണ് കേട്ടതെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ എന്താണ് കേട്ടതെന്നോ എന്താ എഴുതേണ്ടതെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഓഡിയോ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയി. B പാർട്ട് തുടങ്ങി. പക്ഷേ B പാർട്ട് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടി. Bയും Cയും ഞാൻ കോൺസെൻട്രേഷനോട് കൂടി തന്നെ ചെയ്തു. പക്ഷേ A2-ൽ ഞാൻ ഒരു ഉത്തരം പോലും ശരിയായിട്ട് എഴുതിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് 2 മിനിറ്റ്സ് കിട്ടിയ സമയം കൊണ്ട് ഞാൻ വന്ന് എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചു. പക്ഷേ 1-2 ഉത്തരങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ OIT എഴുതുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം, ലിസണിങ് മൊഡ്യൂളിന് പാസ്സാകണമെങ്കിൽ A പാസേജ് നന്നായിട്ട് എഴുതണമെന്ന്. പക്ഷേ അതെനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു ഓക്കെ, ഈ പ്രാവശ്യം എനിക്ക് ലിസണിങ് കിട്ടത്തില്ല അടി, എനിക്ക് ക്ലബിങ് സ്കോർ കിട്ടത്തില്ല, എനിക്ക് C ഗ്രേഡേ കിട്ടുള്ളൂ. ഈ 4 പ്രാവശ്യം എഴുതിയതിലേക്കാട്ടിലും ഏറ്റവും പാടായിരുന്നു എനിക്ക് ഈ എക്സാം. എനിക്ക് C ഗ്രേഡേ കിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും പാസ്സാകത്തില്ല. പക്ഷേ ദൈവം അനുഗ്രഹിച്ച, മാതാവ് അനുഗ്രഹിച്ച മാത്രമേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫെബ്രുവരി 28-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് B ഗ്രേഡ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ ന്യൂസിലൻഡിന് പോകാൻ വേണ്ടി പ്രോസസ്സിങ് തുടങ്ങാൻ പോവുകയാണ്. അമ്മ മാതാവ് വഴി ഈശോ നൽകിയ ഈ പ്രത്യേക അനുഗ്രഹത്തിന് ഞാൻ ഹൃദയം